ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നും വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ന്യൂട്രീഷ്യസുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് തന്നെയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം ഈ ഡിഷ്. അപ്പോൾ അതിങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെയിറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാർക്കും ഗീ കഴിക്കാവുന്നതാണ് കേട്ടോ, ഒരുപാടല്ല, കുറച്ച്. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വരുമ്പോൾ 2 ചുവന്ന മുളക് പൊട്ടിച്ചതും കുറച്ച് കരിവേപ്പിൻ്റെലയും കൂടി ഇട്ട് കൊടുക്കേണ്ടത്. ഇത് രണ്ടൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കാഷ്യൂനട്ട്. ഈ കാഷ്യൂനട്ട് കംപ്ലീറ്റ്ലി ഓപ്ഷണലായിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് കാഷ്യൂനട്ട് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും പിന്നെ 1 ടേബിൾ സ്പൂണോളം ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഒരു 2 മിനിറ്റ് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കരിയരുത്, ഫ്രൈ ചെയ്യാൻ മാത്രമേ പാടുള്ളൂ. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് ഇഞ്ചി, ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചിയും 1/2 കപ്പോളം ഉള്ളി, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. കരിയേണ്ട ആവശ്യമില്ല, നല്ല ഗോൾഡൻ കളറാവുന്ന വരെ നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിനെ ഒന്ന് പെട്ടെന്ന് വഴറ്റാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു വണ്ണം കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു വെയിറ്റ് ലോസ് റെസിപ്പി ആയിട്ട് കൂടി ഉപയോഗിക്കാം. ഇന്നുണ്ടാക്കുന്നത് കംപ്ലീറ്റ്ലി ഗ്ലൂട്ടൻ ഫ്രീ ആണ്, ഷുഗറുള്ളവർക്കും കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ്. അതിലേക്ക് ഒരു 1/2 കപ്പ് നമ്മുടെ ടൊമാറ്റോ ചോപ്പ് ചെയ്തതും കുറച്ച് കൊറിയാൻഡർ ലീവ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് ഈ ടൊമാറ്റോ നന്നായി സോഫ്റ്റ് ആവുന്നവരെ നമ്മൾ വഴറ്റിയെടുക്കണം. കുറച്ച് ടൊമാറ്റോ കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും സോഫ്റ്റായി വരുന്ന സമയത്ത് നമുക്കൊരു 1/4 കപ്പ് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസും ഇട്ട് കൊടുക്കാം. ഇതിലിപ്പോൾ ഞാൻ ക്യാരറ്റാണ് ഇട്ട് കൊടുത്തത്. കുറച്ച് ഗ്രീൻ പീസ് വേവിച്ചത്, ഒരു 1/4 കപ്പോളം ഗ്രീൻ പീസ് വേവിച്ചതും കൂടി ഇട്ടിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും ഇടാം. ഇതിലിപ്പോൾ ഞാൻ നല്ല റിച്ചായി നിറയെ വെജിറ്റബിൾ ഇട്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അപ്പം നന്നായി ഈ ക്യാരറ്റ് ഇപ്പോൾ കുക്കായി വന്നിട്ടുണ്ട്. നമ്മുടെ ഗ്രീൻ പീസ് ഓൾറെഡി കുക്ക്ഡാണ്, എന്നാലും അതും കൂടി മിക്സ് ആയിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി. ഇത്ര മാത്രമേ ഇതിലിട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി അതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, കരിയരുത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് വെള്ളം നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. 1/4 to 1.5 കപ്പ് ഒഴിക്കാം, അതിലും കൂടുതൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നപ്പോഴാണ് നമുക്കിത് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇന്ന് റാഗി സേമിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പ് റാഗി സേമിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഭയങ്കര തിന്നും സോഫ്റ്റുമാണ്, അതുകൊണ്ട് 1 കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ചാൽ പോലും മതി എന്ന് തോന്നി. ഇട്ട് കഴിഞ്ഞപ്പോൾ ഇത് ചെറുതായിട്ട് പൊടിയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കുറച്ച് നന്നായി വേവണം എന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ 1/4 കപ്പ് ഉപയോഗിക്കാം. എനിക്കിത് നന്നായി ഒരുപാട് വെന്തിട്ടല്ല, പക്ഷേ അതൊരു കുറച്ചെല്ലാം കൂടി മിക്സായി വന്നപ്പോഴാണ് എനിക്ക് നന്നായി തോന്നിയത്. അടച്ച് വെച്ച് വെള്ളം വറ്റുന്നവരെ കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം വറ്റി വരുമ്പോൾ കുറച്ച് നമ്മുടെ തേങ്ങയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്തിരി റാഗിയാണെന്നൊന്നും തന്നെ നമുക്ക് തോന്നുകയുണ്ടായിരുന്നില്ല. ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് മാത്രമല്ല, ഹസ്ബൻഡിന്. റാഗിയിൽ ഒരുപാട് ഗ്ലൂട്ടൻ ഫ്രീ ആണ്. കുറച്ച് നമ്മൾ ഗീ കൂടി മുകളിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്ലൂട്ടൻ ഫ്രീ ആണ്, ഡയറ്റ് ഫ്രണ്ട്ലി ആണ്, അധികം പ്രോട്ടീൻ റിച്ച് ആണ് റാഗി. അതുകൊണ്ട് തന്നെ ഇത് ഏത് തരത്തിലുള്ള ആൾക്കാർക്കും കഴിക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ്. ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അത് വേണമെങ്കിൽ സ്കൂളിലേക്കോ ഓഫീസിലേക്കോ ലഞ്ച് ബോക്സിലോ അതല്ലാതെയോ വളരെ പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാം ഈ വിഭവം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. ബൈ, താങ്ക് യു.